ഹായ് ഓൾ, എൻ്റെ പേര് ഗിൽദേവ്. വെൽക്കം ടു ക്രിസ് പാർക്ക്. T20 വേൾഡ് കപ്പ് സൂപ്പർ 8 പോരാട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. 2 ഗ്രൂപ്പുകളായിട്ട് 8 ടീമുകളാണ് മത്സരിക്കാൻ യോഗ്യത നേടിയിട്ടുള്ളത്. ഇന്ത്യ, സിംബാബ്വെ, വെസ്റ്റ് ഇൻഡീസ്, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ ടീമുകൾ ഉൾപ്പെട്ട ഗ്രൂപ്പ് 1ഉം ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ, ന്യൂസിലാൻഡ്, ശ്രീലങ്ക തുടങ്ങിയ ടീമുകൾ ഉൾപ്പെട്ട ഗ്രൂപ്പ് 2ആണ് മത്സരിക്കാൻ ഇറങ്ങുന്നത്. ഇതിൽ ഗ്രൂപ്പ് 2ലെ പാകിസ്ഥാനും ന്യൂസിലാൻഡും തമ്മിലുള്ള ആദ്യ മത്സരം പൂർണ്ണമായും മഴ മൂലം ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് നടക്കാൻ പോകുന്ന മത്സരം ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മാച്ചാണ്. അപ്പോൾ ഞായറാഴ്ച നടക്കുന്ന ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മാച്ചിലേക്ക് നമുക്ക് നോക്കാം. ടീം, സ്ക്വാഡ്, ഇതുവരെയുള്ള കളിക്കാരുടെ പെർഫോമൻസ് ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് നോക്കാം. ഇന്ത്യൻ ടീമിനെടുത്താൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾക്കൊന്നും സാധ്യത വളരെ കുറവാണ്. ബാറ്റിങ്ങിലേക്ക് വന്നാൽ ഓപ്പണിംഗ് പൊസിഷനിൽ അഭിഷേക് ശർമ്മയുടെ ഫോമൗട്ട് ഇന്ത്യക്കൊരു സ്ഥിരം തലവേദനയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് T20 വേൾഡ് കപ്പിൽ. എന്നിരുന്നാലും ഒരു 3-4 കളിയിലെ പെർഫോമൻസ് മോശമായതിനെ തുടർന്ന് അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യാനൊന്നും ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് തയ്യാറാവുമെന്ന് തോന്നുന്നുമില്ല. സഞ്ജു സാംസൺ, ഇഷാൻ കിഷനൊത്ത് കൂടുതൽ സമയം നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിൽ പോലും അത് ചെറിയ സൂചനയായിട്ട് തോന്നുമെങ്കിലും നമുക്ക് അദ്ദേഹത്തെ ഓപ്പണറായിട്ട് അഭിഷേക് ശർമ്മയ്ക്ക് പകരം തിരിച്ചു കൊണ്ടുവരുന്ന കരുതാനും പറ്റില്ല. T20 വേൾഡ് കപ്പിൽ തിലകർമ്മയും സൂര്യകുമാർ യാദവും ഒക്കെ കുറച്ച് മെല്ലപ്പോക്കാണെങ്കിലും ടീം മാനേജ്മെൻറ്റ് അവരിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അർപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനി ഇവരെ മോശം ഫോം പറയുമ്പോഴും ഇത് കഴിഞ്ഞു വരുന്ന ഹർദിക് പാണ്ഡ്യയും അല്ലെങ്കിൽ ശിവൻ ദുബെയൊക്കെ മിന്നുന്ന ഫോമിലാണ്. ഇനി ലാസ്റ്റ് കളികളിലൊക്കെ ആണെങ്കിൽ റിങ്കു സിംഗും ഫോമിലേക്ക് വന്നിട്ടുണ്ട്. അതായത് അദ്ദേഹം മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ബോളുകളെ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നുള്ളെങ്കിലും അത് അദ്ദേഹം ഭംഗിയായി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ നമ്മളുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള തിലക് വർമ്മയുടെയും അല്ലെങ്കിൽ സൂര്യകുമാർ യാദവിൻ്റെയൊക്കെ ആ ഒരു മധ്യനിരയിലെ ഫൈറ്റേറ്റിൻ്റെ ഒരു കുറവ്, ഗണ്യമായ കുറവുണ്ട്. അത് നമുക്ക് ഒരു പക്ഷേ ഇപ്പോൾ സഞ്ജുവിനെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ, സഞ്ജു വരുമ്പോൾ ഒരു പക്ഷേ ഇഷാൻ 1 ഡൗണിലേക്ക് വരേണ്ടി വരും, അല്ലെങ്കിൽ സ്വാപ്പ് ചെയ്തിട്ട് സഞ്ജു 1 ഡൗണിലേക്ക് വരേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണെങ്കിലും ആ ഒരു പൊസിഷൻ വന്നാൽ ഒരു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സ്ട്രൈക്ക് റേറ്റിലുള്ള ബുദ്ധിമുട്ട്, ഇപ്പോൾ സ്വിച്ച് ഇറ്റ് അല്ലെങ്കിൽ മാക്സിമം പ്രേരശേഷിയോട് കളിക്കാൻ പറ്റുന്ന ഒരു കളിക്കാരാണ് സഞ്ജു. അതുപോലെ തന്നെ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും ഫോമിലായാൽ ആ ഒരു 10 ഓവറിൽ ഇന്ത്യക്ക് മാക്സിമം റൺസ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ബാറ്റ്സ്മാൻമാർക്ക് കളി നല്ല രീതിയിൽ മധ്യയിൽ കളി മെനയാനും പറ്റും. അതുപോലെ തന്നെ ഹർദിക് പാണ്ഡ്യ, ശിവൻ ദുബെയൊക്കെ ഫോമിലായത് തന്നെ ഫിനിഷേഴ്സ് അവിടെ ഉണ്ട് താനും. ഈ വാഷിംഗ്ടൺ സുന്ദറിന് പകരം അക്ഷർ പട്ടേൽ നെക്സ്റ്റ് മാച്ചിൽ തിരിച്ചു വരുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി വേറെ മാറ്റങ്ങളൊന്നും ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലായാലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ജസ്പ്രീത് ബുംറ, അർഷദീപ് സിംഗ്, അതുപോലെ വരുൺ ചക്രവർത്തി ഇവരൊക്കെ ടീമിൽ തുടരും. ബോളിംഗ് സൈഡ് വളരെ സ്ട്രോങ് ആണ്. വരുൺ ചക്രവർത്തി ലോകത്തിലെ ഏത് ബാറ്റ്സ്മാൻ ഭയക്കുന്ന മിസ്റ്ററി സ്പിന്നർ. ജസ്പ്രീത് ബുംറയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. ഏത് മാച്ചിലാണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ മാച്ചുകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം എത്രത്തോളം ആ ഒരു വിജയങ്ങളിലൊക്കെ നിർണായകമായി മാറുന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇമ്പോർട്ടൻറ്റ് വിക്കറ്റ് എടുത്തും ഡെപ്ത് ഓവറുകൾ റൺ റേറ്റ് കുറച്ചൊക്കെ അദ്ദേഹം ടീമിന് മുതൽക്കൂട്ടാവാറുണ്ട്. ഇനി ഒന്നുമില്ലെങ്കിലും അദ്ദേഹം ഓവറോൾ എക്കണോമി വളരെ കുറച്ചാണ് അദ്ദേഹം ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ടീമിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് ജസ്പ്രീത് ബുംറ. കൂടെ ലെഫ്റ്റ് ആം പേസർ ഹർദീപ് സിംഗ് കൂടി ചേരുന്നതോടെ ബോളിങ്ങിനിടെ മൂർച്ച ഒന്നുകൂടി കൂടും. ഹർദിക് പാണ്ഡ്യയുടെ, ശിവൻ ദുബെയുടെ, അക്ഷർ പട്ടേലിലൊക്കെ ഓൾറൗണ്ട് മികവുകൂടി എത്തുന്നതോടെ ടീം മറ്റൊരു തലത്തിലേക്ക് ഉയരുകയാണ്. ഇനി സൗത്ത് ആഫ്രിക്കൻ ടീമിനെ കുറിച്ച് പറഞ്ഞാൽ ഇന്ത്യയെപ്പോലെ തന്നെ ഫൈനലിലേക്ക് യോഗ്യത നേടാൻ ഏറ്റവും ചാൻസുള്ള ഒരു ടീമാണ് സൗത്ത് ആഫ്രിക്ക. അതുകൊണ്ട് ഞായറാഴ്ച അഹമ്മദാബാദിൽ ഒരു ശക്തമായ പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കളി നടക്കുന്ന ഇന്ത്യയിലായതിനാൽ T20 വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് ഇന്ത്യയിൽ കളിച്ചുള്ളൊരു എക്സ്പീരിയൻസ് ദക്ഷിണാഫ്രിക്ക മുതൽക്കൂട്ടായിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം ടീമിൽ മടങ്ങിയെത്തുന്ന കിൻഡൻ ഡി കോക്ക് തന്നെയാണ് ടീമിൻ്റെ കുന്തമുന. ഒപ്പം ക്യാപ്റ്റൻ മക്രോം ചേരുന്ന വേൾഡ് ക്ലാസ് ഓപ്പണിംഗ് പെയർ. ഇതിൽ ക്യാപ്റ്റൻ മക്രോം 59 ഏവറേജ് റൂളി 178 റൺസ് എടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത ആളുകളുടെ പട്ടികയിൽ 4ാം സ്ഥാനത്തുമുണ്ട്. അതും 187 സ്ട്രൈക്ക് റേറ്റിൽ. 1 ഡൗണിലെത്തുന്ന റിയാൻ റിക്കൽട്ടനും മികച്ച ഫോമിലാണ്. പിന്നാലെ വരുന്ന ഡിവാൾ ബ്രെവിസ്, ഡേവിഡ് മില്ലർ, ട്രിസ്റ്റൻ സ്റ്റെപ്സ്, മാർക്കോ യാൻസൺ, കോർബിൻ ബോഷ്, ഇത്രയും മികച്ചൊരു ബാറ്റിംഗ് നിര വേറൊരു ടീമിന് നമുക്ക് കാണാൻ പറ്റില്ല. ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം കളിക്കാർ, അതും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ളവർ. ലുങ്കി എങ്കടി ലീഡ് ചെയ്യുന്ന ബോളിംഗ് നിരയിൽ
മാർക്കോ യാൻസണും കോർബിൻ ബോഷും ഒക്കെ മികച്ച ഫോമിലാണ്. അപ്പോൾ കഗിസോ റബാഡയുടെ ക്ലാസ് കൂടിയാകുമ്പോൾ ഏത് ടീമും ഒന്ന് വിറയ്ക്കും. സ്പെഷ്യൽ സ്പിന്നറായിട്ട് കേശവ് മഹാരാജ് കൂടി എത്തുമ്പോൾ കോമ്പിനേഷൻ പൂർണ്ണമായി. തീർച്ചയായിട്ടും T20 വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ തന്നെയാണ് നാളെ ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ ആവേശകരമായ ഒരു മാച്ച് തന്നെ നമുക്ക്